വെൽക്കം ടു ഷെഫോസ് അരോമ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാന്നുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിതിൽ ജിഞ്ചർ പൗഡറോ ഗാർലിക് പൗഡറോ അല്ലെങ്കിൽ ഒനിയൻ പൗഡറോ ഒന്നും ചേർക്കുന്നില്ല. അതൊന്നും ഇല്ലാതെ തന്നെ അതിൻ്റെയൊക്കെ ഫ്ലേവറോട് കൂടി തന്നെ അടിപൊളി ഫ്രൈഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. കൂടി ഒരു ബെല്ലൈക്കണും കൂടിയുണ്ട്, അതുകൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ ഞാനെപ്പം പറയുന്നത് പോലെ തന്നെ അധികം മൂപ്പില്ലാത്ത ചിക്കൻ എടുക്കണം. ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ചിക്കൻ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ സ്കിന്നുള്ള ചിക്കനാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇനി ഇതേപോലെ ചിക്കനൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇതേപോലെ വരഞ്ഞു കൊടുക്കുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ മുഴുവനായിട്ടും വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുക, അതായത് സിനമൺ പൗഡർ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മസാല ചിക്കനിൽ പിടിപ്പിച്ചെടുക്കുക. പിടിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു മണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കുക. ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വരുന്നത് വരെ മാറ്റി വെക്കുക. ഇതിപ്പോൾ 1 മണിക്കൂറിന് ശേഷം എടുക്കുക. അതിന് ശേഷം 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് മുക്കി വെക്കുക. നന്നായിട്ട് പാലിലൊന്ന് മുക്കിയിട്ട് ഒരു 5 മിനിറ്റോളം വെക്കുക. ഇനി ഇതിലേക്ക് 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. 2 മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞ ഇഷ്ടമില്ലെങ്കിൽ വൈറ്റ് മാത്രം എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതേപോലെ തവി വെച്ചിട്ടൊന്ന് എല്ലാവരും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കരുത്. ഒരു ദിവസം മുഴുവൻ വെച്ചാൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്കുള്ള പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒനിയൻ പൗഡർ വേണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു ട്രിക്കാണിത്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പീസ് സവാള എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുക. നന്നായിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് ചുട്ടെടുക്കുക. ഒരു 5 മിനിറ്റോളം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഇതേപോലെ ഒന്ന് ആയി വരും. ഉള്ളി ഒന്ന് ഇതേപോലെ ചുട്ടെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ പോയിട്ട് നല്ല ചുട്ടെടുത്ത പോലെ വന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചുട്ടെടുത്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരിക. ഞാനിപ്പോൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ അടിച്ചെടുക്കുക. ഇനി ഈ മിക്സാണ് നമ്മൾ ബാക്കിയുള്ള പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ 3.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഈ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഞാൻ ഫ്രൈഡ് ചിക്കൻ്റെ മിക്സ് തയ്യാറാക്കുന്നത്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും.
ഒനിയൻ പൗഡറോ അല്ലെങ്കിൽ ജിഞ്ചർ പൗഡറോ ഗാർലിക് പൗഡറോ ഒന്നും വേണ്ട. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ സ്കിപ്പ് ചെയ്യരുത്. ബേക്കിംഗ് പൗഡർ ഇട്ടാലാണ് ഇതിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ബേക്കിംഗ് പൗഡർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ വല്ലാണ്ട് ഡ്രൈ ആയിട്ട് അങ്ങനെ ഉണ്ടാവാൻ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ബേക്കിംഗ് പൗഡർ നിർബന്ധമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഈ മിക്സ് എന്ത് ചെയ്യുക, നമ്മൾ ബാക്കിയുള്ളത് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഇതേപോലെ ഒരു കവറിലിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക. ഇനി ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പകുതി മെഷർമെൻറ്റ് എടുത്താൽ മതി. ഞാനിതിപ്പോൾ ഫ്രീസറിലേക്ക് വെക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഒരു 10 ദിവസത്തോളം നിൽക്കും ഫ്രീസറിൽ. അപ്പോൾ ഇതേപോലെ ഒന്ന് മാറ്റി വെക്കുക. ഇനി ഞാനിവിടെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്നെടുക്കുക, ഇതിലേക്ക് മുക്കി കൊടുക്കുക. ഇത് 2 പ്രാവശ്യം ഡിപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. 2 കോട്ടിങ് കൊടുത്താലാണ് നല്ല ചിക്കനിൽ നല്ല പൊതിഞ്ഞ് കിട്ടുള്ളൂ ഇത് മസാലയൊക്കെ. ഇതേപോലെ ഓരോന്നും മുക്കിയെടുത്ത് വെക്കുക. ഇതിൽ എഗ് മിക്സ്ചറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എഗ്ഗൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം മിക്സ് ചെയ്തിൽ തന്നെ ആയല്ലോ. അപ്പോൾ ഇനി ഇത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക. ഞാനിതിപ്പോൾ മുഴുവനായിട്ട് മിക്സ് ചെയ്ത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കോട്ടും കൂടി നമുക്ക് ബാക്കിയുള്ള മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്തെടുക്കണം. പെട്ടെന്ന് മുക്കി പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുക്കണം. അല്ലെങ്കിൽ ആദ്യം നമ്മൾ കോട്ട് ചെയ്ത മിക്സ് അങ്ങനെ മിക്സിൽ തന്നെ അങ്ങ് പോയി പോവും. ഇതേപോലെ ഒന്ന് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തെടുത്ത് വെക്കുക. 2 കോട്ടിങ് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുത്ത് വെക്കുക. നമ്മൾ ഒന്നിൽ തന്നെയാണ് 2 ഡിപ്പിങ് ചെയ്യുന്നത് കേട്ടോ. വേറെ മിക്സൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ലാസ്റ്റ് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ മുഴുവനായിട്ടും ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ ഇതേപോലെ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ, ഇതെല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. നമ്മൾ ഗാർലിക് പൗഡറോ ജിഞ്ചർ പൗഡറോ അങ്ങനത്തെ ഒക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കരുത്. പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് ചിക്കനാണ്. ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിൽ ആക്കിയത് കാണിച്ചിട്ടുണ്ടല്ലോ. മീഡിയം ഫ്ലെയിമിലാണ്. മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിലിടുക, പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൈ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് പിന്നെയും അങ്ങോട്ടേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കൂടെ കുറച്ച് ഫിംഗർ ചിപ്സും പിന്നെ മയണൈസും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന പിത ബ്രെഡ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുള്ളത്. അതും കൂടി ഉണ്ടാകുമ്പോൾ കിടിലനായിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.